വെൽക്കം ടു our സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഡെയിലി യൂസിന് ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന 100 സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഈ സെൻറ്റൻസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ഈസിയായി പറയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എടുക്കാം. ഞാൻ വരുന്നുണ്ട്. ഐ ആം കമ്മിങ്. അവൻ വരുന്നുണ്ട്. ഹീ ഈസ് കമ്മിങ്. അവൾ വരുന്നുണ്ട് എന്നെങ്ങനെ പറയും? അവൾ എന്ന് വരുമ്പോൾ ഷീ. ഷീ ഈസ് കമ്മിങ്. അവർ വരുന്നുണ്ട്. They are coming. ഞങ്ങൾ വരുന്നുണ്ട്. We are coming. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഞാൻ വരുന്നില്ല എന്നെങ്ങനെ പറയും? ഞാൻ ഇന്ന് വരുന്നില്ല. ആദ്യം എന്നെക്കുറിച്ച് പറയാം. സെന്റൻസിലെ മെയിൻ ആള് ഞാനല്ലേ. ഞാൻ ഇന്ന് വരുന്നില്ല. ഐ ആം. ഇനി ഇല്ല എന്ന് പറയാം. നോട്ട്. ഇനി ആക്ഷൻ പറയാം. കമ്മിങ്. എപ്പോൾ? ടുഡേ. ഐ ആം നോട്ട് കമ്മിങ് ടുഡേ. ഞാൻ ഇന്ന് വരുന്നില്ല. റിയ ഇന്ന് വരുന്നില്ല. ഒരു പേര് പറയുമ്പോൾ എപ്പോഴും ഇസ് കൂടെ ചേർക്കുക. റിയ ഇസ്. ഇനി ഇല്ല എന്ന് പറയാം. നോട്ട്. ആക്ഷൻ. കമ്മിങ് ടുഡേ. റിയ ഇസ് നോട്ട് കമ്മിങ് ടുഡേ. അവൾ ഇന്ന് വരുന്നില്ല. അതെങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ. ഷീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ. അവരിന്ന് വരുന്നില്ല. അവരെന്ന് വരുമ്പോൾ ദേ. ദേന്റെ കൂടെ എപ്പോഴും ആർ ചേർക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ നമ്മൾ പറയുന്നത്. ആ സമയത്ത് അവരെന്ന് പറയുമ്പോൾ ദേ. ദേന്റെ കൂടെ എപ്പോഴും ആർ. അവരിന്ന് വരുന്നില്ല. ദേ ആർ നോട്ട് കമ്മിങ് ടുഡേ. ദേ ആർ നോട്ട് കമ്മിങ് ടുഡേ. ഞങ്ങൾ ഇന്ന് വരുന്നില്ല. ഞങ്ങൾക്ക് എന്തോ തിരക്കുണ്ട്. ഞങ്ങൾ ഇന്ന് വരുന്നില്ല. We are not coming today. We are not coming today. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ. അവരെന്ന് പറയുമ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. We are not coming today. ഇനി നമുക്ക് വേറൊരു പാറ്റേൺ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ ചോദിക്കാം. റിയ ഇന്ന് വരുന്നുണ്ടോ? റിയ ഇന്ന് വരുന്നുണ്ടോ? Is Riya coming today? Is Riya. ഇനി നമ്മുടെ ആക്ഷൻ പറയാ. കമ്മിങ് ടുഡേ. റിയ ഇന്ന് വരുന്നുണ്ടോ? അവൾ ഇന്ന് വരുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? Is she coming today? Is she coming today? അവൻ ഇന്ന് വരുന്നുണ്ടോ?
അവനെന്ന് പറയുമ്പോൾ ഹി. ഇസ് ഹി കമ്മിങ് ടുഡേ? ഇസ് ഹി കമ്മിങ് ടുഡേ? അവർ ഇന്ന് വരുന്നുണ്ടോ? അവരെന്ന് വരുമ്പോൾ ദേ. ദേന്റെ കൂടെ എപ്പോഴും നമ്മൾ എന്താ ചേർക്കേണ്ടത്? ആർ. ക്വസ്റ്റ്യൻ ആയത് കാരണം ആദ്യം ആർ പറയുക. ആർ ദേ കമ്മിങ് ടുഡേ? അവരിന്ന് വരുന്നുണ്ടോ? ആർ ദേ കമ്മിങ് ടുഡേ? നീ ഇന്ന് വരുന്നുണ്ടോ? നീ എന്ന് പറയുമ്പോൾ യു. യുവിന്റെ കൂടെയും നമ്മൾ ആറാണ് ചേർക്കേണ്ടത്. ആർ യു കമ്മിങ് ടുഡേ? നീ ഇന്ന് വരുന്നുണ്ടോ? ആർ യു കമ്മിങ് ടുഡേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് എടുക്കാം. ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ് നൗ. ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സസിൽ നോക്കി തന്നെയാണ് സെന്റൻസ് സ്ട്രക്ചർ എന്തായിരിക്കണം? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ആക്ഷൻ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ ആരാ ആക്ഷൻ ചെയ്യുന്നത്? ഞാനല്ലേ. അപ്പോൾ ആദ്യം എന്നെ കുറിച്ച് പറയുക. ഐ ആം. ഇനി വേർബ്. വേർബ് ആണ് ആക്ഷൻ. ഇവിടെ പഠിക്കുകയാണ് ആക്ഷൻ. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ing ചേർക്കണം. ഐ ആം സ്റ്റഡിയിങ്. എപ്പോൾ? ഇപ്പോൾ. നൗ. ഐ ആം സ്റ്റഡിയിങ് നൗ. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ കൂടെ ing ചേർക്കുക. ഞാനിപ്പോൾ പഠിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ് നൗ. ഞാനിപ്പോൾ വായിക്കുകയാണ്. ഐ ആം റീഡിങ് നൗ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. മിനി ഇപ്പോൾ പഠിക്കുകയാണ്. അതെങ്ങനെ പറയും? മിനി ഈസ് സ്റ്റഡിയിങ് നൗ. മിനി. ഇനി ആക്ഷൻ. ഈസ് സ്റ്റഡിയിങ് എപ്പോൾ? നൗ. അവരിപ്പോൾ പഠിക്കുകയാണ്. അവർ എന്ന് വരുമ്പോൾ ദേ. ദേന്റെ കൂടെ എപ്പോഴും എന്ത് ചേർക്കണം? വെരി ഗുഡ്. ആർ. ദേ ആർ സ്റ്റഡിയിങ് നൗ. ദേ ആർ സ്റ്റഡിയിങ് നൗ. ഞങ്ങളെ ഇപ്പോൾ ഒന്നിനും വിളിക്കണ്ട. ഞങ്ങളിപ്പോൾ പഠിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പഠിക്കുകയാണെന്ന് എങ്ങനെ പറയും? We are studying now. ഞങ്ങൾ എന്ന് വരുമ്പോൾ we. വീന്റെ കൂടെ എപ്പോഴും ആർ ചേർക്കുക. We are studying now. ഇനി ഒരു കുട്ടി, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവൻ പെട്ടെന്ന് വേറെ എന്തിനോ പോവുകയാണ്. അപ്പൊ നമ്മൾ പറയുകയാണ് നീ ഇപ്പോൾ പഠിക്കുകയാണ്. അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. നീ ഇപ്പോൾ പഠിക്കുകയാണെന്ന് എങ്ങനെ പറയും? നീ എന്ന് വരുമ്പോൾ യു. യുവിന്റെ കൂടെ നമ്മൾ ആർ ചേർക്കുക. യു ആർ. ഇനി ആക്ഷൻ. സ്റ്റഡിയിങ് നൗ. നീ ഇപ്പോൾ പഠിക്കുകയാണ്. യു ആർ സ്റ്റഡിയിങ് നൗ. ഞാൻ ഇപ്പോൾ പഠിക്കുകയല്ല. ഞാൻ ഇപ്പോൾ പഠിക്കുകയല്ല.
അതെങ്ങനെ പറയും? ആദ്യം സബ്ജക്റ്റ് ഐ ആം, ഇനി അല്ല എന്ന് പറയുക. നോട്ട് എന്ത്? സ്റ്റഡിങ് നൗ. ഐ ആം നോട്ട് സ്റ്റഡിങ് നൗ. അവൻ ഇപ്പോൾ പഠിക്കുകയല്ല. ഹി ഈസ് നോട്ട് സ്റ്റഡിങ് നൗ. ഹി ഈസ് നോട്ട് സ്റ്റഡിങ് നൗ. അവൾ ഇപ്പോൾ പഠിക്കുകയല്ല. അതെങ്ങനെ പറയും? അവൾ ഇപ്പോൾ പഠിക്കുകയല്ല. ഷീ ഈസ് നോട്ട് സ്റ്റഡിങ് നൗ. ഷീ ഈസ് നോട്ട് സ്റ്റഡിങ് നൗ. അവരിപ്പോൾ പഠിക്കുകയല്ല. നമ്മൾ പഠിക്കുക എന്ന് വിചാരിച്ചു, പക്ഷെ അവരിപ്പോൾ പഠിക്കുകയല്ല. അവരെന്ന് വരുമ്പോൾ ദേ ആർ, ഇനി അല്ല, നോട്ട് സ്റ്റഡിങ് നൗ. ദേ ആർ നോട്ട് സ്റ്റഡിങ് നൗ. ഞങ്ങൾ ഇപ്പോൾ പഠിക്കുകയല്ല. ഞങ്ങൾ എന്ന് വരുമ്പോൾ വി ആർ നോട്ട് സ്റ്റഡിങ് നൗ. വി ആർ, ഇനി അല്ല എന്ന് പറയുക, നോട്ട്. ഇനി ആക്ഷൻ പറയുക, സ്റ്റഡിങ് നൗ. വി ആർ നോട്ട് സ്റ്റഡിങ് നൗ. ഞങ്ങൾ ഇപ്പോൾ പഠിക്കുകയല്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ചോദിക്കാം. പ്രിയ ഇപ്പോൾ പഠിക്കുകയാണോ? അതെങ്ങനെ ചോദിക്കും? പ്രിയ ഇപ്പോൾ പഠിക്കുകയാണോ? ഇസ് പ്രിയ, ഇനി ആക്ഷൻ പറയുക, സ്റ്റഡിങ് നൗ. ഇസ് പ്രിയ സ്റ്റഡിങ് നൗ. അവൾ ഇപ്പോൾ പഠിക്കുകയാണോ? നമുക്കൊരു സംശയം, പഠിക്കുകയാണോ എന്ന്. നമ്മൾ ചോദിക്കുകയാണ്, അവൾ ഇപ്പോൾ പഠിക്കുകയാണോ? അതെങ്ങനെ ചോദിക്കും? പ്രിയ എന്ന് മാറ്റി അവൾ എന്ന് വെക്കുക. അവൾ എന്ന് വരുമ്പോൾ ഷീ. ഇസ് ഷീ സ്റ്റഡിങ് നൗ? ഇസ് ഷീ സ്റ്റഡിങ് നൗ. നീ ഇപ്പൊ പഠിക്കുകയാണോ? ആർ യു സ്റ്റഡിങ് നൗ? ആർ യു സ്റ്റഡിങ് നൗ. അവരിപ്പോൾ പഠിക്കുകയാണോ? ആർ ദേ സ്റ്റഡിങ് നൗ? ആർ ദേ സ്റ്റഡിങ് നൗ. ഇനി നമുക്കൊരു പേര് കൊടുക്കാം. അബ്ദുൾ ഇപ്പോൾ പഠിക്കുകയാണോ? ഇസ് അബ്ദുൾ, കാരണം ഒരു വ്യക്തിയല്ലേ, അപ്പൊ ആദ്യം ഇസ് വെക്കുക. ഇസ് അബ്ദുൾ സ്റ്റഡിങ് നൗ? ഇസ് അബ്ദുൾ സ്റ്റഡിങ് നൗ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് എടുക്കാം. ഗോയിങ് എന്ന് വരുന്ന സെന്റൻസസ് നോക്കാം. ഞാൻ പോവുകയാണ്. ഐ ആം ഗോയിങ്. അവൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ, അതുകൊണ്ടാണ് ഗോയിന്റെ കൂടെ നമ്മൾ ing ചേർത്തത്. അവൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ്. രവി പോവുകയാണ്. രവി ഈസ് ഗോയിങ്. അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. They are going to
their home. They are going to their home. അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ഡയറക്ഷൻ കാണിക്കാൻ നമ്മൾ ടു യൂസ് ചെയ്യണം. അവരെങ്ങോട്ടാ പോകുന്നത്? അവരുടെ വീട്ടിൽ. To their home. They are going to their home. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. We are going to our home. We are going to our home. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് വരുന്ന സെൻറ്റൻസ് എടുക്കാം. ഞാനിപ്പോൾ പോകുന്നില്ല. I am not going. I am not going. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുണ്ട്, ഗംഗ ഇപ്പോൾ പോകണ്ട. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഗംഗ ഇസ് നോട്ട് ഗോയിങ് നൗ. ഗംഗ ഇപ്പോൾ പോകുന്നില്ല. ഗംഗ ഇസ് നോട്ട് ഗോയിങ് നൗ. അവരിപ്പോൾ പോകുന്നില്ല എന്നെങ്ങനെ പറയും? അവരെന്ന് വരുമ്പോൾ ദേ. ദേന്റെ കൂടെ എപ്പോഴും നമ്മൾ ആർ ചേർക്കുക. ദേ ആർ നോട്ട് ഗോയിങ് നൗ. അവരിപ്പോൾ പോകുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ പോകുന്നില്ല. ഞങ്ങളങ്ങനെ പറഞ്ഞയക്കാന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ഇപ്പോൾ പോകുന്നില്ല. We are not going now. ഞങ്ങൾ എന്ന് വരുമ്പോൾ we. വീന്റെ കൂടെ എപ്പോഴും ആറ് ചേർക്കുക. We are ഇല്ല എന്നാണ് പറയുന്നത്. നോട്ട് ഇനി ആക്ഷൻ. ഗോയിങ് നൗ. We are not going now. ഞങ്ങൾ ഇപ്പോൾ പോകുന്നില്ല. നീ ഇപ്പോൾ പോകുന്നില്ല. അതെങ്ങനെ പറയും? നീ എന്ന് വരുമ്പോൾ യു. യു ആർ നോട്ട് ഗോയിങ് നൗ. യുവിൻ്റെ കൂടെ എപ്പോഴും ആർ ചേർക്കുക. യു ആർ നോട്ട് ഗോയിങ് നൗ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി ഇത് ക്വസ്റ്റ്യൻ പോലെ നമുക്ക് എങ്ങനെ ചോദിക്കാം? അവൾ പോകുന്നുണ്ടോ? അവൾ ഇപ്പോൾ പോകുന്നുണ്ടോ? Is she going now? ഒരു ക്വസ്റ്റ്യൻ ആയത് കാരണം is ആദ്യം ചേർക്കുക. is. ഇനി ആരെക്കുറിച്ചാ പറയുന്നത്? അവളെ കുറിച്ചല്ലേ. is she. ഇനി ആക്ഷൻ. going now. അവൾ ഇപ്പോൾ പോകുന്നുണ്ടോ? റിയ ഇപ്പോൾ പോകുന്നുണ്ടോ? is Riya going now? അവരിപ്പോൾ പോകുന്നുണ്ടോ? അവരെന്ന് വരുമ്പോൾ ദേ. നമ്മൾ പഠിച്ചു, ദേന്റെ കൂടെ is ആണോ ആറാണോ വരിക? വെരി ഗുഡ്. ദേ ആർ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നേരെ തിരിച്ചു പറയുക. ആർ ദേ ഗോയിങ് നൗ? അവരിപ്പോൾ പോകുന്നുണ്ടോ? ആർ ദേ ഗോയിങ് നൗ? ഇനി നമ്മൾ തമ്മിൽ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ പോകുന്നുണ്ടോ? ആർ വി ഗോയിങ് നൗ? ആർ വി
ഗോയിങ് നൗ. അവൻ ഇപ്പോൾ പോകുന്നുണ്ടോ? അവൻ എന്ന് വരുമ്പോൾ ഒരു വ്യക്തിയല്ലേ, അപ്പോൾ ആദ്യം ഇസ് യൂസ് ചെയ്യുക. ഇസ് ഹി ഗോയിങ് നൗ? അവൻ ഇപ്പോൾ പോകുന്നുണ്ടോ? ഇസ് ഹി ഗോയിങ് നൗ? അപ്പോൾ ഈ പാറ്റേൺ നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്കൊരു സെറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അതെങ്ങനെ പറയും? ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാലോ. ആദ്യം ഞാൻ, ഐ ആം. ഇനി ആക്ഷൻ. എന്താ ഇവിടെ ആക്ഷൻ? ഭക്ഷണം കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈറ്റിന്റെ കൂടെ ing ചേർക്കുക. ഐ ആം ഈറ്റിംഗ് എന്താ? ഫുഡ് നൗ. ഐ ആം ഈറ്റിംഗ് ഫുഡ് നൗ. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അവൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അവൻ എന്ന് വരുമ്പോൾ ഹീ, ഹീന്റെ കൂടെ ഇസ്. ഹീ ഇസ് ഈറ്റിംഗ് ഫുഡ് നൗ. അവൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഹീ ഇസ് ഈറ്റിംഗ് ഫുഡ് നൗ. പ്രിയൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അതെങ്ങനെ പറയും? വെരി ഗുഡ്. പ്രിയൻ ഇസ് ഈറ്റിംഗ് ഫുഡ് നൗ. പ്രിയൻ ഇസ് ഈറ്റിംഗ് ഫുഡ് നൗ. അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അവരെന്ന് വരുമ്പോൾ ദേന്റെ കൂടെ എപ്പോഴും ആർ. കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ. ദേ ആർ. അതേപോലെ നമ്മൾ എന്ന് പറയുമ്പോൾ വി ആർ. നീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയേ ഉള്ളൂ, പക്ഷെ നമ്മൾ യു ആർ എന്ന് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? അവർ ഭക്ഷണം കഴിക്കുകയാണ്. അവർ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം സെന്റൻസിന്റെ സബ്ജക്റ്റ് പറയുക. അവരെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ആദ്യം അത് പറയുക. ദേ ആർ. ഇനി അവര് ചെയ്യുന്ന ആക്ഷൻ. ഈറ്റിംഗ് എന്താ? ഫുഡ്. എപ്പോൾ? നൗ. ദേ ആർ ഈറ്റിംഗ് ഫുഡ് നൗ. അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഒരു വ്യക്തി നമ്മളെ വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അതെങ്ങനെ പറയും? വി ആർ ഈറ്റിംഗ് ഫുഡ് നൗ. വി ആർ ഈറ്റിംഗ് ഫുഡ് നൗ. ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോവാം. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയല്ല. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയല്ല. അതെങ്ങനെ പറയും? ഐ ആം നോട്ട് ഈറ്റിംഗ് ഫുഡ് നൗ. ഐ ആം നോട്ട് ഈറ്റിംഗ്. കഴിക്കുകയല്ല എന്നാ പറയുന്നത്. നോട്ട് ഈറ്റിംഗ് ഫുഡ് നൗ. സ്നേഹ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയല്ല. സ്നേഹ is not eating food now. സ്നേഹ is not eating food now. അവൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയല്ല. ഒരു വ്യക്തി ചോദിക്കുകയാണ് അവൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ? അപ്പോൾ നമ്മൾ പറയുകയാണ് അവൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയല്ല.
She is not eating food now. She is not eating food now. അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയല്ല. അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയല്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? They are not eating food now. അവരെന്ന് വന്നപ്പോൾ they വന്നു. They are ഇല്ല എന്നൊരു സെന്റൻസ് ആണെങ്കിൽ not. ഇനി ആക്ഷൻ. Eating food now. ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. We are not eating food now. We are not eating food now. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം. പ്രിയ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ? പ്രിയ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ? അതെങ്ങനെ ചോദിക്കും? Is Priya eating food now? ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചും കൂടി ആകുമ്പോൾ ആദ്യം is ചേർക്കുക. is ഇനി ആരെക്കുറിച്ചാണോ നമ്മൾ ചോദിക്കുന്നത് ആ വ്യക്തിയുടെ പേര് വെക്കുക. Is Priya eating food now? പ്രിയ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ? ഷേർലി ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് എങ്ങനെ ചോദിക്കും? Is Shirley eating food now? Is Shirley eating food now? അവരിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ? ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ചല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ആർ എന്ന് വെക്കുക. Are they eating food now? Are they eating food now? നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ? നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? നമ്മൾ പഠിച്ചു നീ ഒരു വ്യക്തിയാണെങ്കിലും ആർ തന്നെ ആദ്യം ചേർക്കുക. Are you eating food now? Are you eating food now? നീ ഇപ്പോൾ ഉറങ്ങുകയാണോ എന്ന് എങ്ങനെ ചോദിക്കും? Are you sleeping now? പക്ഷേ ഉറങ്ങുന്ന വ്യക്തിയോട് നമ്മളത് ചോദിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഇങ്ങനെ വേണം ചോദിക്കാൻ. Are you sleeping now? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് പോകാം. ഞാനിപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയാണ്. നമ്മൾ കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞു ഫുഡ്. ഇനി ഭക്ഷണം തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള സെന്റൻസസ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയാണ്. അതെങ്ങനെ പറയും? I am preparing food now. ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, തയ്യാറാക്കുകയാണ്. I am തയ്യാറാക്കുക എന്നെങ്ങനെ പറയും? Preparing എന്ത്? Food now. I am preparing food now. അവൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. അവൾ ഭക്ഷണം തയ്യാറാക്കുകയാണ്. അതെങ്ങനെ പറയും? She is preparing food now. She is preparing food now. ലെക്സി ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. ലെക്സി ഭക്ഷണം തയ്യാറാക്കുകയാണ്. അതെങ്ങനെ പറയും?
Lexi is preparing food. Lexi is preparing food. അവർ ഭക്ഷണം തയ്യാറാക്കുകയാണ്. They are preparing food. അവരെന്ന് വന്നപ്പോൾ they യൂസ് ചെയ്തു. They are preparing food. We are preparing food. ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുകയാണ്. നിങ്ങൾ കഴിച്ചിട്ട് പോയാൽ മതി. ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുകയാണ്. അവൻ ഭക്ഷണം തയ്യാറാക്കുകയാണ്. അതെങ്ങനെ പറയും? He is preparing food. അവൻ ഭക്ഷണം തയ്യാറാക്കുകയല്ല. അവൻ ഭക്ഷണം തയ്യാറാക്കുകയല്ല. അതെങ്ങനെ വരും? He is not preparing food. He is not preparing food. ഞാൻ ഭക്ഷണം തയ്യാറാക്കുകയല്ല. ഞാൻ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയല്ല. I am not preparing food now. ഇപ്പോൾ എന്നത് now എന്ന് നമ്മൾ പറഞ്ഞു. I am not preparing food now. ആഖിൽ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയല്ല. ആഖിൽ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയല്ല. ആഖിൽ is not preparing food now. ആഖിൽ is not, ഇനി ആക്ഷൻ, preparing food now. അവരിപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയല്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? They are not preparing food now. They are not preparing in the food now. We are not preparing food now. ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയല്ല. ഞങ്ങൾ എന്ന് വന്നപ്പോൾ എന്ത് വന്നു? We. We are അല്ല. We are not preparing food now. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം. പ്രിയ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണോ? പ്രിയ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണോ? അപ്പോൾ ഫുഡിന്റെ ഫ്ലേവർ വന്നപ്പോൾ നമുക്ക് തോന്നി പ്രിയയാണോ ഉണ്ടാക്കുന്നത് എന്ന് തോന്നി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, പ്രിയ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണോ? Is Priya preparing food now? Is Priya preparing food now? അവൾ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയാണോ? അവൾ എന്ന് വന്നപ്പോൾ she. Is she preparing food now? Is she preparing food now? അവരിപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയാണോ? അതെങ്ങനെ പറയും? Are they preparing food now? Are they preparing food now? നീ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയാണോ? Are you preparing food now? Are you preparing food now? അവൻ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയാണോ? അവൻ എന്ന് വരുമ്പോൾ ഒരു വ്യക്തിയല്ലേ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ മുമ്പിൽ is ചേർക്കുക. അവൻ ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുകയാണോ? Is he, very good, preparing food now? അപ്പോൾ ഈ പാറ്റേൺസ് നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും.
നമുക്കിനി നെക്സ്റ്റ് സെറ്റ് എടുക്കാം. ഞാനിപ്പോൾ TV കാണുകയാണ്. അതെങ്ങനെ പറയും? എന്നെ കുറിച്ച് പറയുന്നത് കാരണം ആദ്യം I എന്ന് വെക്കുക. I am. അതിൻ്റെ കൂടെ എപ്പോഴും am വരും. വാച്ചിങ് TV now. ഞാനിപ്പോൾ TV കാണുകയാണ്. I am watching. കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ ആക്ഷൻ്റെ കൂടെ ing ചേർക്കുക. വാച്ചിൻ്റെ കൂടെ ing ആഡ് ചെയ്യുക. I am watching TV now. അവനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ വരും? He is watching TV now. റിയ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിയ is watching TV now. റിയ is watching TV now. അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. They are watching TV now. They are watching TV now. ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് വരുമ്പോൾ we വെക്കുക. We are watching എന്ത്? TV now. We are watching TV now. ഞാനിപ്പോൾ TV കാണുകയല്ല. ഞാനിപ്പോൾ TV കാണുകയല്ല. I am not watching TV now. I am not watching TV now. അവനിപ്പോൾ TV കാണുകയല്ല. അതെങ്ങനെ വരും? He is not watching TV now. He is not watching TV now. റോഷൻ ഇപ്പോൾ TV കാണുകയല്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. റോഷൻ ഇപ്പോൾ TV കാണുകയല്ല. റോഷൻ is not watching TV now. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയുടെ പേര് ആദ്യം വെക്കുക. റോഷനെ കുറിച്ചല്ലേ പറയുന്നത്. റോഷൻ is അല്ല എന്നാ പറയുന്നത്. Not watching TV now. അവരിപ്പോൾ TV കാണുകയല്ല. They are not watching TV now. ഞങ്ങൾ ഇപ്പോൾ TV കാണുകയല്ല. We are not watching TV now. We are not watching TV now. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നോക്കാമല്ലോ. അവനിപ്പോൾ TV കാണുകയാണോ? നമ്മൾ കാണണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കൊരു സംശയം. അവനിപ്പോൾ TV കാണുകയാണോ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ട് ആദ്യം is വെക്കുക. Is he? അവനെ കുറിച്ചല്ലേ പറയുന്നത്. Is he? ഇനി നമുക്ക് എന്താണോ ചോദിക്കേണ്ടത് അത് ചോദിക്കുക. Watching TV now. Is he watching TV now? രാഹുൽ ഇപ്പോൾ TV കാണുകയാണോ? Is Rahul watching TV now? Is Rahul watching TV now? അവർ TV കാണുകയാണോ? അവരിപ്പോൾ TV കാണുകയാണോ?
Are they watching TV now? Are they watching TV now? നീ ഇപ്പോൾ ടി വി കാണുകയാണോ? നീ ഇപ്പോൾ ടി വി കാണുകയാണോ? Are you watching TV now? നീ എന്ന് പറയുമ്പോഴും ആദ്യം നമ്മൾ ആർ ചേർക്കുക. Are you watching TV now? നീ ഇപ്പോൾ ടി വി കാണുകയാണോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്കൊരു സെറ്റ് എടുക്കാം. ഞാൻ യാത്ര ചെയ്യുകയാണ്. ഞാൻ യാത്ര ചെയ്യുകയാണ്. അതെങ്ങനെ പറയും? I am traveling. I am traveling. ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I am traveling now. I am traveling now. Rohan is traveling now. Rohan ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. Rohan is traveling now. ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ is ചേർക്കുക. പ്രിയ ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെന്ന് എങ്ങനെ പറയും? പ്രിയ is traveling now. പ്രിയ is traveling now. അവരിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. അവരിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. They are traveling now. They are traveling now. ഞങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. എന്തോ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, നമുക്കതിപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ റീസൺ പറയുകയാണ്, ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. We are traveling now. We are traveling now. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതെങ്ങനെ വരും? We are not traveling now. We are not traveling now. അവൻ ഇപ്പോൾ യാത്ര ചെയ്യുകയല്ല. അവൻ ഇപ്പോൾ യാത്ര ചെയ്യുകയല്ല. ഒരു വ്യക്തിയെക്കുറിച്ചല്ലേ പറയുന്നത്? അവൻ ഇപ്പോൾ യാത്ര ചെയ്യുകയല്ല. He is not traveling now. He is not traveling now. അവൾ ഇപ്പോൾ യാത്ര ചെയ്യുകയല്ല. She is not traveling now. അവളെന്ന് വന്നപ്പോൾ she വെക്കുക. She is not traveling now. They are not traveling now. അവരിപ്പോൾ യാത്ര ചെയ്യുകയല്ല. അവരെന്ന് വന്നപ്പോൾ they നമ്മൾ ആഡ് ചെയ്തു. They are not traveling now. നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. നമ്മളൊരു ഓർഡർ പോലെ പറയുകയാണ്, നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. ഇതെങ്ങനെ പറയും? You are not traveling now. You are not traveling now. ഇനി നമുക്കിത് ക്വസ്റ്റ്യൻസ് പോലെ ചോദിക്കാം. അവൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? Is he traveling now? Is he traveling now?
റിഷാദ് ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടോ? Is റിഷാദ് traveling now? Is റിഷാദ് traveling now? അവൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? Is she traveling now? അവൾ എന്ന് വന്നപ്പോൾ she ചേർക്കുക. Is she traveling now? Are they traveling now? അവരിപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടോ? അവരെന്ന് വരുമ്പോൾ they കൊടുക്കുക. Are they traveling now? നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? Are you traveling now? Are you traveling now? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചോദിക്കുവാൻ സാധിക്കും. അപ്പോൾ നോക്കിക്കേ, നമ്മൾ 100 സെന്റൻസസ് ഈസിയായി ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഈ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. ഒരു ടൈം വെച്ച് ഉറപ്പായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേഗത്തിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ക്ലാസ്സസ് കേൾക്കുമ്പോൾ ആരെങ്കിലും എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കും, I am listening to the English class. I am listening to the English class. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുകയാണ്. ഇതേപോലെ നമുക്ക് കേട്ട് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുവാൻ സാധിക്കും സെൻറ്റൻസസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഓൾസോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So see you in the next class. Have a nice day.